ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പറയല്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാവേണ്ടത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പേ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാവുമെന്നുള്ള ഒരു നിലക്ക് തന്നെയാണ് UDF വേണ്ടി വോട്ട് ചെയ്തത്. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ MLA-മാരുടെ എണ്ണം വെച്ചിട്ട് അല്ലെങ്കിൽ MLA-മാരുടെ സപ്പോർട്ട് കൂടുതൽ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ കേരളത്തിലെ UDF പ്രവർത്തകരെയും ജനങ്ങളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നതെങ്കിൽ ഒരു കാലത്തും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമല്ല. ശ്രീ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയില്ലാത്തവരാണെന്നല്ല നമ്മുടെ അഭിപ്രായം. ഉറപ്പായിട്ടും അതിനുള്ള യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഇലക്ഷന് മുമ്പേ അവരെ എടുത്തു കാണിക്കേണ്ടതായിരുന്നു. അതിനു പകരം വി ഡി സതീശനെ മുന്നിൽ നിർത്തി ഇലക്ഷന് അഭിമുഖീകരിക്കുകയും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം MLA-മാരുടെ സപ്പോർട്ട് നോക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത ഉണ്ടല്ലോ, ശരിക്കും ജനങ്ങളുടെ സപ്പോർട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാൽ കേരളത്തിൽ എവിടെ നിന്ന് മത്സരിച്ചാലും ഈ ഒരു അവസ്ഥയിൽ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത്, കോൺഗ്രസിൻ്റെ നേതൃത്വം ദയവ് ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്നിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ശ്രീ വി ഡി സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കണം. ഇതാണ് നമ്മുടെ അഭിപ്രായം.